ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മെരിയൻ മീഡിയേഷൻ വചനവീതി എപ്പിസോഡിലേക്ക് യേശുനാമത്തിൽ ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന തിരുവചനം വെളിപാട് പുസ്തകം 3-ാം അധ്യായം 15-ാം വചനമാണ്. നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു, നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല. തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പശ്ചാത്തലം നമുക്കറിയാം. വെളിപാട് 7 സഭകൾക്ക് യോഹന്നാൻ വഴി നൽകുന്ന ദൂതാണ്. മാമോദീസജലം ശിരസിൽ വീണതിനാൽ തന്നെ നാം എല്ലാവരും യേശുക്രിസ്തുവിന് സാക്ഷികളാകാൻ, സൽപ്രവൃത്തികൾ ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ്. എഫെസസ് ലേഖനത്തിലെ 2-ാം അധ്യായത്തിൽ 10-ാം വചനം പൗലോസ്ലീഹ ഇങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയിരിക്കുന്ന സൽപ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം. സൃഷ്ടാവായ ദൈവം സൃഷ്ടികളായ നമുക്ക് തൻ്റെ ഏകജാതനായ ക്രിസ്തുവിലൂടെ ഒരു സൽപ്രവൃത്തി മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഈ ഹ്രസ്വമായ ജീവിത കാലഘട്ടത്തിൽ അമ്മയുടെ ഉദരത്തിലെ ഉരുവായ നാൾ മുതൽ ഇപ്പോൾ ആയിരിക്കുന്ന ഈ അവസ്ഥ വരെ ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തിയാണോ നാം ചെയ്തിട്ടുള്ളത്? അഥവാ ദൈവവചനമനുസരിച്ചാണോ നാം ജീവിക്കുന്നത്? വെളിപാട് പുസ്തകം 22-ാം അധ്യായത്തിൽ വചനം നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. 12-ാം വചനം, ഇത് ഞാൻ സമ്മാനവുമായി വരുന്നു, ഞാൻ വേഗം വരുന്നു, ഓരോരുത്തർക്കും പ്രവൃത്തികൾക്കൊത്ത പ്രതിഫലവുമായി ഞാൻ വരുന്നു. നിത്യ സമ്മാനം, അത് നരകമാണോ സ്വർഗമാണോ? നമ്മുടെ പ്രവൃത്തിക്കനുസരിച്ചാണ് നമുക്ക് പ്രതിഫലം ലഭിക്കുന്നത്. വെളിപാട് 22:12, ഇതാ ഞാൻ വേഗം വരുന്നു, എൻ്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്, ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തികൾക്കനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രവൃത്തികൾ ദൈവവചനമനുസരിച്ച് തന്നെ ആകുവാൻ നമുക്ക് ആഗ്രഹിക്കാം. ദൈവവചനം പഠിക്കാം, ദൈവവചനം ധ്യാനിക്കാം, വചനത്തിൻ്റെ പ്രവൃത്തികൾ നമുക്ക് ചെയ്യാം. മറിയത്തെ നോക്കി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എലിസബത്ത് ഇങ്ങനെ പറഞ്ഞു, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവ് അരുളി ചെയ്ത പ്രവൃത്തി, പുത്രനമ്മയാകുക. ഇപ്രകാരം നമുക്ക് ഓരോരുത്തർക്കും ഓരോ ദൗത്യമുണ്ട്. കുടുംബ വിളിയിലായിരിക്കുന്നവർ, സന്യാസ വൃന്ദത്തിലേക്കൊക്കെ വന്നവർ, പൗരോഹിത്യം, ഏകസ്ഥര്, ഇങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം ഒരു സൽപ്രവൃത്തി ഒരുക്കിയിട്ടുണ്ട്. വിളിക്കുള്ളിലെ വിളി. വത്തിക്കാൻ കൗൺസിൽ നമ്മളെങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. സഭയുടെ പ്രമാണരേഖയിൽ ഒരു അൽമായൻ്റെ സഭയിലെ ഭാഗഭാഗിത്വം അവനായിരിക്കുന്ന ഭൗതിക മണ്ഡലങ്ങളിൽ യേശുവിന് സുവിശേഷം പ്രഘോഷിക്കുക, സാക്ഷ്യമാകുക എന്നതാണ്. വലിയ ദാഹത്തോടെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മെ തന്നെ പ്രതിഷ്ഠിച്ച് ഇപ്രകാരം നമുക്ക് പ്രാർത്ഥിക്കാം. പൗലോസ്ലീഹ നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. 1 കൊറിന്തോസ് 15-ാം അധ്യായം 58-ാം തിരുവചനം. 1 കൊറിന്തോസ് 15-ാം അധ്യായം 58-ാം തിരുവചനം. അതിനാൽ എൻ്റെ വത്സല സഹോദരരെ, കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ നാം സഭ സദാ അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്തരും അചഞ്ചലരുമായിരിക്കുവിൻ. അതെ, സ്ഥിരചിത്തതയോടെ സപ്രവൃത്തികളിൽ നമുക്ക് വ്യാപൃതരായിരിക്കാം.